2025 ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ വർഷത്തിലാണ് ഏറ്റവും പ്രായമുള്ള കുട്ടി ജനിച്ച വർഷം. 31 വർഷം പ്രായമുള്ള കുഞ്ഞ് ജനിച്ച വർഷം. ഒരു ന്യൂ ബോൺ, വേണമെങ്കിൽ അതിന്റെ മാതാപിതാക്കളുടെ ഒപ്പം പ്രായമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അവനാണ് താഡിയസ് ഡാനിയൽ പിഴ്സ്. 30 വർഷത്തോളം ഫ്രോസൺ ആക്കി വെച്ചിരുന്ന എംബ്രിയോയിൽ നിന്ന് ജനിച്ചവൻ. താഡിയസ് കൺസീവ് ആയത് 2025 1994 ഇവന്റെ ബയോളജിക്കൽ മദറിന് ലിൻഡ ആർച്ചറിന് അന്ന് വയസ്സ് 31. ഇപ്പോൾ അവരുടെ പ്രായം 62. അന്ന് 1994 IVF വേണ്ടിയിട്ട് ലിൻഡയും അവരുടെ ഹസ്ബൻഡും കൂടിയിട്ട് എംബ്രിയോസ് ഉണ്ടാക്കി. അതിലൊന്ന് അവരുടെ മകളായിട്ട് ജനിച്ചു. ആ മകൾക്ക് ഇപ്പോൾ 31 വയസ്സാണ് 2025. അന്ന് ബാക്കി ഉണ്ടായിരുന്ന 3 എംബ്രിയോസ് ഫ്രോസൺ ആക്കി വെച്ചു. പിന്നെ 30 വർഷത്തിന് ശേഷം 2024 മറ്റൊരു കപ്പിള് ടിമ്മും ലിൻസയും ചേർന്ന് 7 വർഷങ്ങളായിട്ട് ഇവർക്ക് കുട്ടികളില്ല. ഇവര് ഈ എംബ്രിയോ സ്വീകരിക്കുന്നത്. ഈ എംബ്രിയോ അങ്ങനെ ഒരു പെർഫെക്റ്റ് മാച്ച് ആകുന്നത്. അങ്ങനെ ഈ വർഷം 2025 താഡിയസ് ജനിക്കുന്നു. 30 വർഷത്തോളം കാത്തിരുന്നു ഈ ഒരു എംബ്രിയോ ഒന്ന് ജനിച്ചിറങ്ങാൻ വേണ്ടിയിട്ട്. ഈ എംബ്രിയോ അല്ലെങ്കിൽ ഭ്രൂണം 196°C ലിക്വിഡ് നൈട്രജനിൽ ശരിക്കും ടൈമിൽ സ്റ്റക്കായ പോലെയാണ് നിൽക്കുക. ഇതിലെ കോശങ്ങൾ ഡാമേജ് ആവില്ല, അഴുകില്ല, ശരിക്കും പോസ് ചെയ്ത പോലെ ആയിരിക്കും. ശരിയായ ടെമ്പറേച്ചറിൽ ഹെൽത്തി ആയിരിക്കും കാലം എത്ര കഴിഞ്ഞാലും. 2020 ജനിച്ച മോളി ഗിബ്സന്റെ 27 വർഷത്തെ റെക്കോർഡാണ് താഡിയസ് 2025 ഇപ്പോൾ തകർത്തിരിക്കുന്നത്. 31 വർഷം. സോഷ്യൽ മീഡിയയും മൊബൈൽ ഫോണും മറ്റ് ടെക്നോളജികളും ഒക്കെ അതിൻ്റെയൊക്കെ വളർച്ച കണ്ട് വളരേണ്ട ഒരു 90s കിഡ് ഇതൊക്കെ അപ്ഗ്രേഡ് ആയതിനു ശേഷം മാത്രം ജനിച്ചാൽ മതി എന്ന് തീരുമാനിച്ച പോലെ ന്യൂജനായിട്ട് ജനിക്കുന്നു. രസകരമായിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ 1994 താഡിയസിന്റെ എംബ്രിയോ ഫോം ആകുമ്പോൾ അവന്റെ ഇപ്പോഴുള്ള പാരന്റ്സിന് അന്ന് വെറും 3-4 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. ഈ വീട്ടിൽ ആരാ അപ്പൻ ആരാ മോൻ? ഞാൻ അപ്പൻ, നീ മോൻ അല്ലേ? അല്ല, നീ അപ്പൻ ഞാൻ മോൻ. തെളിച്ചു പറ. നീ അപ്പൻ, ഞാൻ മോൻ. ആ, മോൻ കുച്ച.